ഡെയിലി ജീവിതത്തിൽ ഇന്ന് നാം ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രയാസപ്പെടുന്ന, വേദനയിലൂടെ കടന്നു പോകുന്ന, ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന, ജീവിതത്തിൽ ഇടറിപ്പോകുന്ന, ദൈവത്തിൻ്റെ സ്നേഹം ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സ്വർഗത്തിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ പേമാരി പെയ്തിറങ്ങുമ്പോൾ അത് സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും നമ്മുടെ ഹൃദയവും നമ്മുടെ ആത്മാവും ഒരുക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹത്തിൻ്റെ തലത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൻ്റെ കുറവിലേക്കാണ് നമ്മൾ നോക്കുന്നത്, നിറവിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ജീവിതം ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ നാം പരിശ്രമിക്കുമ്പോഴാണ് ജീവിതം ഓരോ നിമിഷവും നിറവുള്ളതാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നിറവിൻ്റെ മേഖലയിലേക്ക് ജീവിതങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ, പുറപ്പാട് പുസ്തകം 14 നമ്മൾ വായിക്കുന്നത് പോലെ ചെങ്കടലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ജീവിതമായിരിക്കുന്ന മേഖലയിൽ വലിയ അഹ്റോൻ്റെ സൈന്യം കടന്നു വരുന്നുണ്ട്. നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജീവിത നിമിഷം, മടുത്തുപോയി, തകർന്നുപോയി, ജീവിതം ഇനി അർത്ഥമില്ല എന്ന് നീ മനസ്സിലാക്കുന്ന ജീവിതത്തിൻ്റെ ആ നിമിഷത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, ആ ദൈവം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുമെന്നുള്ള ആ വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നാം തിരിച്ചറിയാതെ പോകുന്ന ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ഈ കരുണയിലേക്കാണ് ദൈവം ഓരോ നിമിഷവും നമ്മെ ചേർത്ത് പിടിക്കുന്നത്. ഈ കരുണയിൽ വളരുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് വേണ്ടി പീഡാസഹനങ്ങൾ ഏറ്റെടുത്തത്. ഈ കരുണയായി ജീവിതത്തിൽ തീരുവാൻ വേണ്ടിയാണ് അവൻ ദിവ്യകാരുണ്യമായി മാറിയത്. ആ കാരുണ്യത്തിൻ്റെ തലത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. ആ അമ്മ ഈ കാരുണ്യത്തിൻ്റെ തലത്തേക്ക് ദൈവത്തിൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് ബലപ്പെടുത്തുവാൻ അമ്മ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും ഒക്കെ കടന്നു പോകുമ്പോൾ, രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, മക്കൾ അവരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ജഡിക ആസക്തികളിൽ, ദുശീലങ്ങളിൽ ഒക്കെ അടിമപ്പെട്ട് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണയുടെ തലം നമ്മെ ഓരോ നിമിഷവും ബലപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് വലിയ സ്നേഹം നമ്മെ ഓരോ നിമിഷവും കൃപയുടെ മേഖലയിലേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ സ്നേഹം ഓരോ നിമിഷവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം. ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതത്തിൽ മാത്രമേ ദൈവത്തെ ചേർത്ത് പിടിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതമായിരിക്കുന്ന തലങ്ങളിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ ആമീൻ പറഞ്ഞ് സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ജോബിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സൗഭാഗ്യത്തിൽ നിന്ന ഒരു ജോബ് തൻ്റെ ജീവിതത്തെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. കൂടെ നിന്ന ഭാര്യയുടെ സ്ഥാനം, സുഹൃത്തുക്കളുടെ സ്ഥാനം, സൗഭാഗ്യങ്ങൾ, സമ്പാദ്യങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഒരിക്കലും ജോബ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് മറുതലിച്ച് സംസാരിക്കുന്നില്ല, ദൈവത്തോട് മടുത്തു എന്ന് പറയുന്നില്ല. ജോബ് എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ജോബ് പറയുന്നുണ്ട്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതമായിരിക്കുന്ന ഓരോ മേഖലയിലൂടെയും കടന്നു പോകുമ്പോൾ ഈ ഒരു മടുപ്പിൻ്റെ അവസ്ഥ പലപ്പോഴും നമ്മൾ നേരിടുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന മേഖലയിൽ ചില കാര്യങ്ങൾ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ കിട്ടാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ലഭിക്കാതെ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒരു സമയമുണ്ട്. ദൈവം ആ മേഖലയിൽ ഇടപെടും എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ ആ വലിയൊരു തലമാണ് നമ്മെ കൂടുതൽ ദൈവീക കൃപയിൽ വളരാൻ നമുക്ക് സാധിക്കുന്നത്. ആ കൃപയുടെ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ബലപ്പെടുത്താം. ആ കൃപയുടെ ഒരു തലത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കാം. അപ്പോൾ മാത്രമേ പേമാരിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവമാക്കി ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് നമുക്ക് കർത്താവിൽ സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അവിടെയാണ് ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിടെയാണ് ജീവിതമായിരിക്കുന്ന മേഖലയിൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്നത്. പരിധികൾക്കപ്പുറമായി നമ്മെ വേദനിപ്പിക്കുന്നതുകൊണ്ട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. എളിമയോടുകൂടി ദൈവസന്നിധിയിൽ ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തെ ഒരുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഓരോ നിമിഷവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്.
സത്യസന്ധമായി ദൈവത്തിൻ്റെ ആ കരുണ ജീവിതത്തിൽ അനുഭവിച്ചത് പങ്കുവയ്ക്കുവാൻ കഴിയുന്നത്. ആ അനുഭവമാണ് നമ്മുടെ ജീവിതത്തെ ഈ കാലഘട്ടങ്ങളിൽ ദുഃഖിതരായി കടന്നു പോകാതെ പ്രത്യാശയുള്ളവരായി ആശ്വാസവും സന്തോഷവും അനുഭവിക്കുന്നവരായി ജീവിതത്തിൽ എന്നും നിലനിർത്താനും ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, ജീവിതത്തിൽ നിങ്ങൾ ഉണർന്നിരിക്കുവിൻ. ഉറക്കത്തിൻ്റെ മേഖലയിൽ നിരാശയുടെ തലങ്ങളിൽ അടിമപ്പെട്ടു പോകാതെ ഉണർവോടുകൂടി തീക്ഷ്ണതയോടുകൂടി എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തും എന്നുള്ള സങ്കീർത്തനത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സഹനങ്ങളുടെ വേദനയിൽ, പീഡാസഹനത്തിൻ്റെ അനുഭവങ്ങളിൽ ശരീരം മുഴുവനും കർത്താവ് പീഡയേറ്റത് എന്തിനു വേണ്ടിയാണ്? നീ ഒറ്റയ്ക്കല്ല. നിൻ്റെ വേദനകൾ, നിൻ്റെ പ്രയാസങ്ങൾ ഒക്കെ ഏറ്റെടുത്ത ഒരു തമ്പുരാൻ. ആ തമ്പുരാന് നീ ഇന്ന് അനുഭവിക്കുന്ന വേദന ഏറ്റെടുക്കാൻ സാധിക്കും. നിൻ്റെ സങ്കടങ്ങളെ ഏറ്റെടുക്കുവാൻ സാധിക്കും. നിൻ്റെ നൊമ്പരങ്ങളെ ഏറ്റെടുക്കുവാൻ സാധിക്കും. നിൻ്റെ കടഭാരത്തെ ഏറ്റെടുക്കുവാൻ സാധിക്കും. നീ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ പ്രതിസന്ധിയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ ആ പ്രതിസന്ധികളെ ബലപ്പെടുത്തുവാൻ നിൻ്റെ ദൈവത്തിന് സാധിക്കും. അപ്പോൾ നിരാശയിലൂടെ കടന്നു പോകാതെ കുറേ കൂടി പ്രത്യാശകൾ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുവാൻ പരിശുദ്ധമായ കൃപയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.